ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റിനെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ഓസ്ട്രേലിയ. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ വേഗതയേറിയ പിച്ചൊരുക്കി ഇന്ത്യയെ തീർക്കാൻ ശ്രമിച്ചെങ്കിലും ആ കെണിയിൽ ഓസീസ് തന്നെ വീഴുകയായിരുന്നു. 295 റൺസിന്റെ വമ്പൻ ജയമാണ് ഇന്ത്യ ആഘോഷിച്ചത്. ഇനി അടുത്ത മാസം 6 മുതൽ അഡ്ലെയ്ഡിൽ പകലും രാത്രിയുമായി നടക്കാനിരിക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റിലാണ് ഓസീസിന്റെ പ്രതീക്ഷ. ഇതിനുവേണ്ടി പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് കങ്കാരുപ്പട. ഇത് എന്താണെന്ന് നോക്കാം. റെഡ് ബോൾ ക്രിക്കറ്റിലെ അപകടകാരിയായ ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായ വെറ്ററൻ പേസർ സ്കോട്ട് ബോളണ്ടിനെ തിരികെ വിളിച്ചാണ് പിങ്ക് ബോൾ ടെസ്റ്റിനായി ഓസ്ട്രേലിയയുടെ പടയൊരുക്കം. പിങ്ക് ബോൾ ടെസ്റ്റിലെ സ്പെഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് അദ്ദേഹം. ക്യാപ്റ്റൻ പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹേസൽവുഡ് എന്നിവരുൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ പേസ് ത്രയം ഇതിനകം തന്നെ വളരെ ശക്തമാണ്. ഇവർക്ക് കൂട്ടായാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തീർക്കാൻ 35-കാരനായ ബോളണ്ടിനെ കൂടി ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്നത്. അഡ്ലെയ്ഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ KL രാഹുലിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോട്ട് ബോളണ്ടിനെ തിരികെ വിളിച്ചിരിക്കുന്നതെന്നാണ് സൂചനകൾ. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് രാഹുൽ. വളരെ മികച്ച ഫോമിലാണ് ഓപ്പണറായി കളിച്ച അദ്ദേഹം 2 ഇന്നിംഗ്സുകളിലും കാണപ്പെട്ടത്. ആദ്യ ഇന്നിംഗ്സിൽ 26 റൺസ് എടുത്ത് നിൽക്കവേ തേർഡ് അമ്പയറുടെ മോശം തീരുമാനത്തെ തുടർന്ന് രാഹുൽ നിരാശനായി ക്രീസ് വിടേണ്ടി വന്നിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം ഈ നിരാശ മായ്ച്ചു കളഞ്ഞു. 77 റൺസുമായാണ് രാഹുൽ മിന്നിച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ 201 റൺസിന്റെ കൂട്ടുകെട്ടെടുക്കാനും അദ്ദേഹത്തിനായിരുന്നു. ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി മാറിയതും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ പിങ്ക് ബോൾ ടെസ്റ്റിൽ രാഹുലിനെ ഒതുക്കേണ്ടത് ഓസീസിന് പ്രധാനമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് ബോളണ്ടിനെ തിരികെ വിളിക്കുക എന്ന മാസ്റ്റർ പ്ലാൻ ഓസീസ് തയ്യാറാക്കിയത്. നേരത്തെ ഇന്ത്യയെയും ഓസ്ട്രേലിയയെയും തമ്മിലുള്ള അനൌദ്യോഗിക ടെസ്റ്റിൽ രാഹുലിനെ പുറത്താക്കിയത് ബോളണ്ടാണ്. കൂടാതെ രാഹുലിന്റെ വിക്കറ്റ് എടുക്കുന്നത് താൻ ഏറെ ആസ്വദിക്കുന്നതായി ബോളണ്ട് അടുത്തിടെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ രാഹുലിനുള്ള പണി തന്നെയാണ് ഓസീസ് തയ്യാറാക്കിയതെന്ന് നിസ്സംശയം പറയാം. ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ആദ്യ ടെസ്റ്റിൽ ഗംഭീര വിജയമാണ് കൊയ്തതെങ്കിലും പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് അതേ പ്ലേയിങ് 11 നിലനിർത്താൻ സാധിക്കില്ല. 2 മാറ്റങ്ങൾ ടീമിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. ആദ്യ ടെസ്റ്റ് നഷ്ടമായ നായകൻ രോഹിത് ശർമ്മയും യുവതാരം ശുഭ്മാൻ ഗില്ലും ടീമിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇതോടെ പെർത്തിൽ ഓപ്പണറായി കളിച്ച KL രാഹുലിന് മധ്യനിരയിലേക്ക് മാറേണ്ടതായി വരും. യശസ്വി ജയ്സ്വാളിനൊപ്പം നായകൻ രോഹിത് ആവും ഇനി ഓപ്പൺ ചെയ്യുക. ഗില്ല് 3-ാം നമ്പറിൽ തിരിച്ചെത്തുമ്പോൾ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെ ചീട്ട് കീറുകയും ചെയ്യും. രാഹുൽ മധ്യനിരയിലേക്ക് മാറുമ്പോൾ സ്ഥാനം നഷ്ടമാവുക യുവതാരം ധ്രുവ് ജുറേലിനായിരിക്കും. ഈ 2 മാറ്റങ്ങൾ മാത്രമേ ഇന്ത്യ വരുത്താനിടയുള്ളൂ.